അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷെമീസ് ഫുഡ് ആൻഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ പുട്ടാണ്. ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ ഉരുളൻകിഴങ്ങ് അരിഞ്ഞത് 1 കപ്പ്, കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് 1/2 കപ്പ്, ഒരു സവാള അരിഞ്ഞത്, ക്യാരറ്റ് 1/2 കപ്പ്, ബീൻസ് 1/2 കപ്പ് ഇവയെല്ലാം ഞാനൊരു കുക്കറിലേക്ക് ഇടുകയാണ്. ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും പൊടി, 1/2 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നു. ഇതിലേക്ക് 4 പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് സ്റ്റൗവിലേക്ക് വെച്ച് സ്റ്റൗ കത്തിക്കാം. ഇനി പുട്ട് തയ്യാറാക്കാനായി 1 കപ്പ് പുട്ടും പൊടി ഞാനിതിലേക്ക് ഇടുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. ഈ സമയത്തിനിടയിൽ നമ്മുടെ വെജിറ്റബിൾ വെച്ചത് 2 വിസിൽ വന്നിട്ടുണ്ട്. അത് ഓഫ് ചെയ്തു. ഇതിലേക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് ഞാൻ പാകത്തിന് നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ആവശ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ചിരകിയ തേങ്ങയും വെജിറ്റബിൾ കൂട്ടും പുട്ടും പൊടിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുട്ടും കുറ്റിയിലേക്ക് തേങ്ങ ചിരവിയത്, വെജിറ്റബിൾ കൂട്ട്, പിന്നെ പുട്ടും പൊടി, പിന്നെ കുറച്ച് വെജിറ്റബിൾ കൂട്ട്, പിന്നെ തേങ്ങ ചിരകിയത്, പിന്നെ വീണ്ടും പുട്ടും പൊടി എന്ന രീതിയിൽ ഫില്ല് ചെയ്തെടുക്കാം. പുട്ടുംകുഴത്തിൽ വെള്ളം നിറച്ച് സ്റ്റൗ കത്തിച്ച് വെക്കാം. ഇതിന്മേലേക്ക് നിറച്ച് വെച്ച പുട്ടുംകുറ്റി നമുക്ക് എടുത്തു വെക്കാം. 2 മിനിറ്റിനുള്ളിൽ ആവി വന്ന് നമുക്കിത് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയും പോഷകസമ്പുഷ്ടവുമായ വെജിറ്റബിൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.